എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനോജ് പൊറ്റക്കാട്. ഇന്ന് ഞാനിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കർമ്മ. കർമ്മ കാരണന്മാർ പറയും കർമ്മ ചെയ്തു കഴിഞ്ഞാൽ കർമ്മഫലം കിട്ടും. കർമ്മ കരോ, കർമ്മ, പ്ലീസ് ഡു യുവർ കർമ്മ. അപ്പോൾ നമ്മൾ ജീവിതത്തിൽ കുറേ കാര്യങ്ങൾ നമ്മൾ വിചാരിക്കും ഒരു ഫോൺ വിളിച്ചെടുത്തില്ലെങ്കിൽ നമ്മൾ വിചാരിക്കും അത് കുഴപ്പമില്ല ആളെ പറ്റിച്ചു. പക്ഷേ നമ്മുടെ കർമ്മ നമ്മൾ തെറ്റിക്കുകയാണ്. അല്ലെങ്കിൽ നമ്മളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്മിറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചെയ്തു കൊടുക്കുക, എന്തെങ്കിലും വാക്കുകൾ പറഞ്ഞ് പാലിക്കുക. ഇപ്പോഴത്തെ പുതിയ തലമുറയിൽ എനിക്ക് കുറേ ഇൻസിഡൻസുകൾ ഉണ്ടായി. നമ്മൾ കുറേ കാര്യങ്ങൾ സീരിയസ് ആയിട്ട് അവരോട് പറയും, പക്ഷേ അവരതിന് യാതൊരു പ്രാധാന്യം കൊടുക്കുന്നില്ല, ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല. അവർക്ക് കർമ്മേനെ കുറിച്ച് അറിയില്ല, അതിൻ്റെ മീനിങ് പോലും അറിയില്ല. കർമ്മ എന്ന് പറഞ്ഞാൽ ഉണ്ട്, അത് നിങ്ങൾ ഏത് ജാതി മതം അങ്ങനെയൊന്നുമില്ല. നമ്മളൊരു കാര്യങ്ങൾ ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ഫുൾഫിൽ ചെയ്യാനാണ്, ദാറ്റ് ഈസ് കർമ്മ. നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ സുഹൃത്തിനെ സഹായിക്കാനോ അല്ലെങ്കിൽ നമ്മൾ പാവങ്ങളെ സഹായിക്കാനോ അല്ലെങ്കിൽ ഒരു ഓഫറുകൾ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ ആ വാക്ക് പാലിച്ചു പോവുക. കാരണം വെച്ചാൽ വാക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാറാനുള്ളതല്ല. നമ്മളൊരാൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഫുൾഫിൽ ചെയ്യലാണ്, ദാറ്റ് ഈസ് കർമ്മ. അപ്പോൾ നമ്മൾ എന്താണ് ചെറിയൊരു കാര്യമായിരിക്കാം, ചിലപ്പോൾ ഒരു ഫോൺ കോളോ ആയിരിക്കാം, അല്ലെങ്കിൽ ഒരു ആശ്വാസ വാക്കായിരിക്കാം, അല്ലെങ്കിൽ കുറച്ച് പൈസ കടം കൊടുക്കുന്നതായിരിക്കും. കൊടുക്കാമെന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ പറ്റില്ല എന്ന് പറയണം. പക്ഷേ ഇത് രണ്ടിൻ്റെ ഇടയിൽ നിർത്തിയിട്ട് കർമ്മ കട്ട് ചെയ്ത് പോകുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. കാരണം വെച്ചാൽ ദൈവത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ ചുവപ്പ് വര വിടും, ഒരു സംശയവും വേണ്ട. എൻ്റെ ചെറിയ അനുഭവത്തിൽ നിന്ന് ഞാൻ പറയുകയാണ്, ഞാൻ ഒരു പരിധി വരെ അതിന് ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ ശ്രമിച്ചു കഴിഞ്ഞാൽ യുവർ ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ എന്നുള്ളതാണ്. ഓക്കെ, ബൈ.